നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 22 വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും അവരിൽ നിന്ന് പ്രയോജനങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ള ദിനമാണിത്. വസ്ത്രവ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാം. മക്കളുടെ കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസം ലഭിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ സന്തോഷവും ആഹ്ലാദവും നിറയുന്ന ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകാനും പുതിയ അറിവുകൾ നേടാനും ഈ ദിവസം സഹായിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വിവാഹാലോചനകളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാം. മക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. യാത്രകൾ ആവശ്യമായി വരുന്ന സാഹചര്യമുണ്ടാകാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സാമ്പത്തിക കാര്യങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും അതീവ ജാഗ്രത പുലർത്തണം. തെറ്റിദ്ധാരണകൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നു. സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ മാനഹാനിയോ മാനസിക പീഡനമോ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ അനുകൂലമായ സമയമാണ്. മക്കളിലൂടെ സന്തോഷവും ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഐക്യവും കൈവരും. ഐശ്വര്യവും കീർത്തിയും വർദ്ധിക്കുന്ന മെച്ചപ്പെട്ട ദിവസമായിരിക്കും ഇന്ന്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. ആരോഗ്യം മെച്ചപ്പെടുകയും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നല്ല സുഹൃത്ബന്ധങ്ങളും പുതിയ അലങ്കാര വസ്തുക്കളും ലഭിക്കാൻ യോഗമുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തെറ്റായ സൗഹൃദങ്ങൾ വഴി ദുർപ്രവർത്തികളിലേക്ക് എത്താൻ സാധ്യതയുള്ളതിനാൽ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം. ശാരീരികമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ക്ലേശങ്ങളും അലട്ടിയേക്കാം. തൊഴിൽ രംഗത്തെ തിരിച്ചടികൾ ക്ഷമയോടെ നേരിടേണ്ട സമയമാണിത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ വസ്ത്രങ്ങളും സാമ്പത്തിക ലാഭവും തേടിയെത്തും. എങ്കിലും ജീവിത പങ്കാളിയുമായോ മക്കളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി ഒത്തുചേരാനും തൊഴിലിൽ വിജയം കൈവരിക്കാനും സാധിക്കും. ദാമ്പത്യ ഐക്യവും സാമ്പത്തിക ലാഭവും ഇന്ന് ഫലമാണ്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പ്രതീക്ഷിക്കാത്ത വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എങ്കിലും ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും മനഃശക്തി കുറവിനും സാധ്യതയുണ്ട്. നിയമപരമായ തടസ്സങ്ങൾക്കും തല സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്യും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുവാനും ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനും യോഗമുണ്ട്. ദാമ്പത്യ സുഖവും ഭക്ഷണ സുഖവും ലഭിക്കുന്ന മികച്ച ദിനമായിരിക്കും ഇന്ന്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പുതിയ ബിസിനസ് ഇടപാടുകളിൽ ഏർപ്പെടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കണം. അശ്രദ്ധ മൂലം സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട്. അല്പം അലച്ചിലും മനോവിഷമവും അനുഭവപ്പെട്ടേക്കാമെങ്കിലും കാര്യങ്ങളെ വിവേകത്തോടെ സമീപിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV. 9746812212.